ഇന്ന് ഇവിടെ വെക്കാൻ പോകുന്നത് വഴുതനങ്ങ കറിയാണ്. നമ്മൾ വഴുതനങ്ങ സാധാരണ സാമ്പാറിലല്ലേ ഇടുന്നത്. നമുക്കൊന്ന് നോക്കാം. ഇവിടുത്തെ മഹാരാഷ്ട്രയിലെ ഒരു വിഭവമാണിത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യം ചീനിച്ചട്ടി അടുപ്പ് വെച്ചു. ഇതുണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ: വഴുതനങ്ങ കണ്ടിച്ചത്, ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, ഇഞ്ചി, ഉള്ളി, കരിയാപ്പില, തേങ്ങ, മഞ്ഞള്, കടുക്, ഗരം മസാലയും വേണം. കടുക് പൊട്ടി കഴിയുമ്പോൾ ഉള്ളി വഴറ്റാനുള്ളൂ. ഉള്ളി പകുതി വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് അത് കുറച്ചു നേരം വേഗം വെക്കണം. കുറച്ച് മഞ്ഞൾ, ഇച്ചിരി കുരുമുളക് പൊടി,
തീ കുറച്ച് വെച്ചിട്ട് അത് കുറച്ച് വേഗം വെക്കുക. എന്നിട്ട് അതിനുള്ള അരപ്പ് അരച്ചെടുക്കണം. ഇത് ഉരുളക്കിഴങ്ങ് പകുതി വേവായാ മതി. അത് കഴിയുമ്പോഴത്തേക്ക് വഴുതനങ്ങ അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റുക. എന്നിട്ട് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് അതിന് ചേർക്കുക. വെള്ളം കൂടി ഒഴിച്ച് ചേർത്ത് കരിയാപ്പില മല്ലിയില ഇട്ട് ചുവപ്പോടെ ചേർത്ത് ഗരം മസാല, ചേർത്ത് ചെറു തീയിൽ അടച്ചു വെക്കുക വേഗം വേണ്ടിയിട്ട്. അടച്ചു വെച്ചു. നമുക്ക് നോക്കാം ഇത് വെന്തോന്ന്. ഒരു 10-12 മിനിറ്റ് എടുത്ത് വേകും. ഇത് ചപ്പാത്തിക്കൊക്കെ നല്ല കറിയാണ്, ചപ്പാത്തിക്ക് കൂട്ടാനായിട്ട്. ഇച്ചിരി എരിവ് വേണ്ടിയൊരു മുളക് ഇച്ചിരി കൂടുതൽ ഇടുവാണെങ്കിൽ നല്ലതാ. എരിവ് കുറവ് വേണ്ടിയൊരു ഇച്ചിരി. ഇതാണ് നമ്മുടെ വഴുതനങ്ങക്കറി. എല്ലാരും വെച്ച് നോക്കണേ. വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അടുത്ത പ്രാവശ്യം വേറെ തരത്തിലുള്ള വഴുതനങ്ങക്കറിയുടെ റെസിപ്പി കാണിക്കാം.